ഭയങ്കര പിറ്റേ ദിവസം ഈ 4 ശവമാണ് നിരന്ന് കിടക്കേണ്ട പരുവത്തിലുള്ള ഒരു അപകടമായിരുന്നു. അത് എൻ്റെ മോളും ഭർത്താവും 2 പിള്ളേരും കൂടി കല്യാണവും കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് പോകിയിരുന്നേ ഒരപകടം ഉണ്ടായി. വണ്ടി മൊത്തം നെരിഞ്ഞു. ഈ കുഞ്ഞുങ്ങളും അമ്മയും മക്കളും ഒരു ഓറൽ പോലും വെക്കാതെ വണ്ടിയുടെ അകത്ത് നിന്ന് ഈ വണ്ടി കണ്ടവരെല്ലാവരും പറഞ്ഞു ഇവരെല്ലാം അന്നേരം അവിടെ പോയെന്നായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഞങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ചെല്ലണ ഭാഗത്ത് കൃഷ്ണനെ പുറത്തിറക്കി വലം വെക്കണ ഭാഗത്തിൽ ഞങ്ങൾ ചെന്ന് അതിന് വലം വെച്ച് അവർ നട അടച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അമ്മയുടെ അനുഭവങ്ങൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 14 വർഷമായി ഇവിടെ വന്നിട്ട്. 14 വർഷത്തോളമായി ഈ അമ്പലത്തിൽ വന്നിട്ട്. എൻ്റെ മോൻ്റെ കാര്യത്തിന് ഞാൻ വന്നതാണ്. എനിക്ക് പല കാര്യങ്ങളും ഇവിടെ നിന്നും സാധിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചണ്ഡികാഹോമം 3-4 വർഷത്തിന് മുമ്പ് നടക്കുമ്പോൾ എൻ്റെ മോളും ഭർത്താവും 2 പിള്ളേരും കൂടി കല്യാണവും കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് പോകിയിരുന്നേ ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞെന്നാൽ ഭയങ്കര പിറ്റേ ദിവസം ഈ 4 ശവമാണ് നിരന്ന് കിടക്കേണ്ട പരുവത്തിലുള്ള ഒരു അപകടമായിരുന്നു. അത് അമ്മയിട്ട് അതിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിച്ച് പിന്നെ വണ്ടി മൊത്തം നെരിഞ്ഞു പോയി. ഈ കുഞ്ഞുങ്ങളും അമ്മയും മക്കളും ഒരു ഓറൽ പോലും വെക്കാതെ വണ്ടിയുടെ അകത്ത് നിന്ന് ഈ വണ്ടി കണ്ടവരെല്ലാവരും പറഞ്ഞു ഇവരെല്ലാം അന്നേരം അവിടെ പോയെന്നായിരുന്നു. അങ്ങനെ ഈ അമ്മയുടെ കഴിവ് കൊണ്ട് എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ അമ്മയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു എന്തിൽ നിൽക്കുകയാണെങ്കിലും എൻ്റെ കാളിയെന്ന് വിളിച്ചാൽ കാളി ഓടിയെത്തും. നമ്മുടെ ആ കാര്യം ഉടനെ സാധിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ 14 വർഷം ഞങ്ങൾ ഉണ്ട്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇപ്പം ആദ്യം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളിയും ചൊവ്വായും ഞങ്ങൾ ഉണ്ട് ഇവിടെ സ്ഥിരമായി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങളുടെ വീട് പറയാണ്. അങ്ങനെ എൻ്റെ മക്കളുടെ ദോഷങ്ങൾ തീർത്ത് അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വന്ന് ഞങ്ങളെല്ലാ വർഷവും കൊടുങ്ങല്ലൂർ പോകും. കൊടുങ്ങല്ലൂർ കെട്ടുമായിട്ട് പോകും. പിന്നെ എന്ത് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ ഈ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരും. എല്ലാം സാധിച്ചു തരും. ഞാനൊരു മത്സ്യം വിൽക്കുന്ന ജോലിയാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങളതും കൊണ്ടുപോയി ഇത് വിൽക്കാതെ വരുമ്പോൾ എൻ്റെ കാളിയെന്ന് വിളിക്കുമ്പോഴേ ഞങ്ങൾക്ക് ആ കാര്യം അപ്പോൾ അത്രയും കാലിയാക്കി തരും. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അംബികാപതയ ഉമാപതയേ പശുപതയേ നമോ നമഃ സ്വാഹാ. നമസ്തേസ്തു ഭഗവന്യേ സ്വാഹാ. ഈശാനഃ സർവവിദ്യാനാം ഈശ്വരഃ സർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. ഓം ഭദ്രകാളിയേ സ്വാഹാ. തത്പുരുഷം പ്രയച്ഛന്തേ തയേനം പുനഃ സുവന്ദേ രാജ്യായ കലശത്തിൽ കാണിച്ചു, ഭദ്രകാളി വിഗ്രഹത്തിൽ കാണിച്ചു. നമ്മുടെ ചാനലിലെ എല്ലാവരും വന്ന് ഇവിടെ ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തത് റെക്കോർഡ് ചെയ്തതിന് പ്രത്യേകം അവർക്ക് അഭിവാദ്യം സമർപ്പിക്കുന്നു. പ്രദക്ഷിണം ചെയ്ത ശേഷം ഓരോരുത്തരായി നീരാഞ്ജനം സമർപ്പിക്കുക. നമ്മുടെ മേൽശാന്തിക്കാരെ എല്ലാവരും തന്നെ നമ്മുടെ എല്ലാ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയുള്ള ചടങ്ങുകളിൽ അതുകൊണ്ട് ഈ അമ്മേനെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ആരുള്ളൂ.
ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ സാറിന് ഇവിടുത്തെ അമ്മ എന്തെങ്കിലും പ്രത്യേകിച്ച് പൂജകൾ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ പ്രത്യേകിച്ച്? ഇല്ല, അങ്ങനെ പറയും. ഞങ്ങളുടെ കഴിവുള്ളതുപോലെ ഞങ്ങൾ അമ്മക്ക് ചെയ്യും. അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇന്നത് ചെയ്യുമെന്ന് പറയുകയല്ല. ഞങ്ങൾ വന്നെന്ന ഒരു കുർബാനയെങ്കിലും നമുക്ക് നടത്താതെ ഞങ്ങൾ പോവുകയില്ല. അങ്ങനെ ഏതിൽ വിളിച്ചാലും ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എൻ്റെ. അങ്ങനെ കൊച്ചുകറയിലെ കാളിയെന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാളിയല്ല. വേറെ എന്തെങ്കിലും അങ്ങനെ ഓർമ്മയിൽ അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? വേറെ എന്തെന്ന് പറയാനായിട്ട് പല കാര്യങ്ങളും ഇപ്പം നമ്മൾ അന്ന് മുതൽ ഇങ്ങോട്ട് കാളീനെ വിളിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് നടക്കണുള്ളൂ. ഇപ്പം നമ്മുടെ എന്ത് കാര്യങ്ങളും എൻ്റെ കാളിയമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ കളിയമ്മ അത് സാധിച്ചു തന്നിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ കാളി പോലെ തന്നെ കൃഷ്ണ ഭഗവാന്റെ മുരുകനുണ്ട്, കൃഷ്ണ ഭഗവാനൊക്കെ ഉണ്ട്. മുരുകൻ ഞങ്ങൾ ഷഷ്ടി എടുക്കണുണ്ട് ഇവിടെ. ഒരു കഴിഞ്ഞ ഈ ഷഷ്ടിക്ക് ഞാൻ ഈ എന്ത് മേടിച്ചുകൊണ്ട് വരും ഇവിടെ വെക്കാനുള്ള. അപ്പോൾ ഇതിൽ ഒരു എന്ത് കിട്ടിയില്ല, പിന്നെ പേരക്ക കിട്ടിയില്ല. ആ പേരക്ക കിട്ടാതെ വന്നപ്പോൾ അമ്മ അകത്ത് കയറി കഴിഞ്ഞേച്ചും പറഞ്ഞ് അവൾ ബേബി കൊണ്ടുവന്നതിൽ പേരക്കയില്ലെന്ന് പറഞ്ഞു. അപ്പോഴും പേരക്ക ഞാൻ അവിടെ തിരക്കിട്ട് കിട്ടിയില്ല. അതിവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് മുരുകനത് പറഞ്ഞു പേരക്ക കൊണ്ടുവന്നില്ലെന്ന്. അതിൻ്റെ മുമ്പത്തെ ഷഷ്ടിക്ക് ഞാൻ വന്നപ്പം മഞ്ചില്ലാതെ വന്നു. അന്നേരം പറഞ്ഞ് ഇന്ന് ഇവൾ മഞ്ചില്ലാതെ വന്നെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഇവരെല്ലാം സഹായിയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തരും. ഞങ്ങൾ കൊടുക്കാതെ വന്നതും വിളിച്ച് പറയും. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണനാണാലും ഗുരുവായൂരൊക്കെ പോകാറുണ്ടോ? പിന്നെ ഞങ്ങൾ പോകും. കൃഷ്ണ ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങൾ ഒരു 2 മാസത്തിന് മുമ്പ് പോയി. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഞങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ചെല്ലണ ഭാഗത്ത് കൃഷ്ണനെ പുറത്തിറക്കി വലം വെക്കണ ഭാഗത്തിന് ഞങ്ങൾ ചെന്ന് അതിന് വലം വെച്ച് അവർ നട അടച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ആ 1 മണി കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ച് പോയി ക്യൂവിൽ കയറിയിട്ട് ഭഗവാനെ കണ്ട് 4 മണിക്ക് മുമ്പ് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് കൃഷ്ണ ഭഗവാന്റെ എന്തെങ്കിലും അത്ഭുതങ്ങളോ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇവിടത്തെ അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ എന്തില്ല. ഈ 2 അമ്മയാണ് കൂടുതലും ഞങ്ങൾ അമ്മയും മുരുകനും ആണ് കൂടുതലായിട്ടുള്ളത്. കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ